നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ അതിഥികളായി ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഉസ്താദന്മാരെ ആദരിക്കലും, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ യുവ പണ്ഡിതന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനായി നമ്മുടെ നസീഹ ഇസ്ലാമിക് സൊല്യൂഷൻ പ്ലാറ്റ്ഫോമിൻ്റെ ചെയർമാനായ മുനീർ ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ചില നസീഹത്തും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് മാത്രമാണ് നല്ല അമാലുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെയുള്ളൊരു മജ്ലിസും ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് പടച്ചവൻ്റെ വലിയ സഹായത്തിൻ്റെ പേരിൽ മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നസീഹ ഫാമിലി മീറ്റിൽ ഉണ്ടായ ചില സംശയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. കാരണം നസീഹയുടെ NMC എന്ന് പറയുന്ന നസീഹ മുസ്ലിം കമ്മ്യൂണിറ്റി അതെന്താണ് എന്ന് ഇവിടെ വിവരിച്ചു കഴിഞ്ഞു, ചെറിയ തോതിലെങ്കിലും. NIT എന്താണ് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. ഏകദേശം 5ഓളം വിങ്ങുകളാണ് നസീഹ ആൻഡ് ഇസ്ലാമിക് സൊല്യൂഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ കീഴിലുള്ളത്. അതിൽ ബാക്കിയുള്ളത് നിസ്ഫ് എന്ന് പറയും ഉലമാക്കളുടെ ഒരു സംഘമാണ്. അൽഹംദുലില്ലാ നമ്മുടെ ഈ വർഷവും തൊടുപുഴ താലൂക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഉലമാക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ സംഘടനയിൽ നിന്നും പഠിച്ച് പൂർത്തിയാക്കി തന്നെ പുറത്തിറങ്ങിയ നമ്മുടെ യുവാക്കളാണ്. അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള നമ്മുടെ ഈ സംവിധാനവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഉമ്മത്തിനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഉലമാക്കളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നസീഹ ഇസ്ലാമിക് സ്കോളേഴ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഉലമാക്കളുടെ സംഘടന. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ലഹരിക്ക് അടിമയായിട്ടാണ് ഇന്ന് നമ്മുടെ സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ അത്തയാരാണെന്നും അമ്മയാരാണെന്നും ഉസ്താദാരാണെന്നും അല്ലെങ്കിൽ മക്കളാരാണെന്നും അനുജനാരാണെന്നും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ബുദ്ധിയെ മറച്ചു വെക്കുന്ന ലഹരി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസത്തെ കൊലപാതകത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ഷിബിലി ഉസ്താദ് അവറുകൾ പറഞ്ഞു. തൻ്റെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വന്ന അനിയനെ ഉമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടാണ് തലക്കടിച്ച് ആ പയ്യൻ കൊന്നുകളഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, സോഷ്യൽ മീഡിയകൾ നമ്മളോട് പറയുന്നത് ആ പയ്യൻ വലിയ നമസ്കാരക്കാരനായിരുന്നു, അവൻ നോമ്പ് വെക്കുമായിരുന്നു, അവൻ ഇബാദത്തൊക്കെ ഉള്ള ആളായിരുന്നു എന്ന. ഇബാദത്തുണ്ടായാലും ഒരു മനുഷ്യൻ നന്നാകൂല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ ദുന്യവിയായ ലഹരിക്ക് അപ്പുറത്തേക്കുള്ള ലഹരി അവന് കൊടുക്കാൻ സാധിക്കണം. ആ ലഹരി എന്താണ് എന്ന് ചോദിച്ചാൽ അത് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഈ ലോകത്തേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉലമാക്കളെ അയച്ചിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു മദ്യം. ആ മദ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? വലൗ മിത്തു ഫദ്ഫുന്നി ഇലാ ജംബി കറുമത്തി തറൂമി ഇളാമി ബാദ മൗതി അറൂഖഹ. ആ ബൈത്ത് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ആശയം ഇതാണ്: ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയി അടയ്ക്കേണ്ടത് മുന്തിരിവള്ളിയുടെ ചവിട്ടിലാണ്. എന്തിനാണ് മുന്തിരിവള്ളിയുടെ ചവിട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത്? അതിൽ നിന്നും വരുന്ന അതിൻ്റെ നീര് ഊറ്റി കുടിച്ചുകൊണ്ട് എൻ്റെ എല്ലുകൾ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയധികം കള്ളിൽ അഭിരമിച്ചിരുന്ന ഒരു സമൂഹം. ഒരു പെണ്ണ് മരിക്കാറായി കിടക്കുന്ന ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ ഉപദേശിക്കുന്നത്, ഒരു പെണ്ണെ, നീ എനിക്ക് ശേഷം കെട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല കള്ളുകുടിയനെ കെട്ടാവുള്ളൂ എന്നാണ് ആ പെണ്ണിനോടുള്ള അവൻ്റെ ഉപദേശം. ഇങ്ങനെ ലഹരിയിൽ മതിമറന്ന് നടന്ന ഒരു സമൂഹം, ജീവിത കാലഘട്ടത്തിൽ ലഹരി അവരെ വിട്ടുപോവുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ വരുന്നത്. ഖുർആൻ ഒരു ലഹരി അവരിലേക്ക് ഇട്ടുകൊടുത്തു. എന്തിൻ്റെ ലഹരിയാണ് പ്രിയമുള്ളവരെ? അത് ദീനിൻ്റെ ഒരു ലഹരിയാണ്. ദീനിനൊരു ലഹരിയുണ്ട്.
നമസ്കാരത്തിനൊരു ലഹരിയുണ്ട്, ദിക്റുകൾക്കൊരു ലഹരിയുണ്ട്. അതിനെ മനസ്സിലാക്കി തരാനാണ് ഉലമാ വന്നത്, അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അമ്പിയാക്കൾ വന്നത്, അതിനെ മനസ്സിലാക്കി തന്നവരാണ് നവോത്ഥാന നായകരെല്ലാവരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മദ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു തആല സ്വീകരിച്ച ഒരു വാക്ക്, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സഹാബാക്കൾ ഒരു വലിയ സദ്യയിൽ, ഒരു സൽക്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം അവർ നമസ്കരിക്കാനായി മഗ്രിബ് നമസ്കാരത്തിന് പള്ളിയിൽ കയറുകയും നമസ്കാരത്തിൽ ഓതിയത് തെറ്റിപ്പോവുകയും ചെയ്തു. ആ തെറ്റിപ്പോയ സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹാബാക്കളോടായിട്ട് പറഞ്ഞൊരു വാക്കിതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. ഇതിലേക്ക് വരരുതെന്നാണ് പറഞ്ഞത്. നമസ്കാരത്തിനെ അത്രത്തോളം സഹാബാക്കൾ നെഞ്ചിലേറ്റി. എന്താണ് നെഞ്ചിലേറ്റാനുള്ള കാരണം? ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണമല്ലോ എന്നുള്ള ചിന്തയിൽ വളരെ കഷ്ടപ്പെട്ട് പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുന്ന നമസ്കാരത്തിന് ചിലപ്പോൾ ലദ്ദത്തൊന്നും രസങ്ങളൊന്നും കാണാൻ പറ്റില്ല. അവരുടെ മദ്യപാനം അതിനേക്കാൾ ഏറെ രസകരമായ ഒരു അനുഭവമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തെ അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചു, അടുത്തൊരായത്തിറങ്ങിയത് ഈ കള്ളിനെ നിശേഷം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവനെ ചേർത്ത് പിടിക്കുന്നതും ഒരു ലഹരിയായി കണ്ട ഒരു സമൂഹത്തെ പ്രവാചകൻ വാർത്തെടുത്തപ്പോൾ അതിനേക്കാൾ വലിയ ലഹരി വേറെ ഒന്നുമില്ല എന്നാണ് മഹാന്മാരായ സഹാബാക്കൾ മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ബോധം ഈ സമുദായത്തിന് ഇട്ടുകൊടുക്കണമെങ്കിൽ അതുപോലെയുള്ള ഒരു സമൂഹം, ഉലമാ സമൂഹം തയ്യാറായി വരേണ്ടതുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്, പാടുപെട്ടിട്ടുണ്ട്. നമ്മുടെ ഉസ്താദന്മാരുടെയൊക്കെ ഖിദ്മത്തിൻ്റെ കാലഘട്ടങ്ങൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്കതൊക്കെ കാണാനും സാധിക്കും. പക്ഷേ ഇനിയുള്ള തലമുറയിൽ അങ്ങനെയുള്ള ആലിമീങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് നിസ്ഫ് എന്ന് പറയുന്ന ഉലമാക്കളുടെ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നസീഹ, പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റി എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. ധാരാളം വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ സമുദായത്തിലുള്ള പല ആളുകളും പൈസ കൊടുത്ത് മരിക്കുകയാണ്. തൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ, തൻ്റെ പരമ്പരകളെ കടക്കാരാക്കിയിട്ട് ഏതെങ്കിലും ഒരു ICUവിൽ വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുന്ന ദാരുണമായൊരവസ്ഥ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വരണമെങ്കിൽ അവിടെ ഹറാമായതൊന്നും ഉണ്ടാകാൻ പാടില്ല, നിഷിദ്ധമായതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഏത് വെന്റിലേറ്ററും ഏത് ICU നിങ്ങൾ നോക്കിക്കോളിൻ. 90 വയസ്സുള്ള നമ്മുടെ ഉപ്പാനെ അല്ലെങ്കിൽ വല്ലുപ്പാനെ കൊണ്ടിടുമ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന ചില രൂപങ്ങളുണ്ട്, അവിടെ നിൽക്കുന്ന ചില പെണ്ണുങ്ങളുടെ വേഷങ്ങളുണ്ട്. അത് കാരണമായിട്ട് ആ ഉപ്പായുടെ അടുത്തേക്ക് റഹ്മത്തിൻ്റെ മലക്ക് വരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലറൂറത്തിൻ്റെ ഘട്ടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അത്യാവശ്യ ഘട്ടമല്ല. 90 വയസ്സായ ആള് പിന്നെ മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്കറിയാം. പിന്നെ വെന്റിലേറ്റർ കൊണ്ടൊന്നും അയാളെ എന്ത് ചെയ്യില്ല, നമുക്ക് ജീവിപ്പിക്കാൻ പറ്റൂല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ധാരാളക്കണക്കായ ആളുകളെ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കുടുംബാദികൾ അടുത്തിരിക്കുമ്പോൾ, അവർ ദിക്ർ ചെല്ലുമ്പോൾ, അവർ യാസീൻ ഓതുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിൽ അവരുടെ റൂഹുകൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ കാണാൻ നസീഹ പാലിയേറ്റീവിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ സന്തോഷമുള്ള അനുഭവം. ഇതേപോലെ തന്നെ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ, ഈ കഴിഞ്ഞ 2 വർഷത്തെ ചാരിറ്റി പറയുകയാണെങ്കിൽ